നമസ്കാരം. അച്ഛനും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണല്ലേ. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ സ്നേഹം അധികം ലഭിക്കാതെ പോയതിനാൽ ഞാൻ വളരെ സങ്കടത്തിലാണ്. പക്ഷേ പ്രായമായപ്പോൾ വയസ്സാം കാലത്ത് അമ്മയെ പരിചരിക്കാൻ കിട്ടുന്ന ഈ വലിയ അവസരം എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. എൻ്റെ വിജയരഹസ്യവും സത്യത്തിൽ എൻ്റെ അമ്മയാണ്. ഇതൊരു മാമ്പഴക്കാലമാണ്. വളരെ രസകരമായി അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണത്. അമ്മ മുൻപൊരു സർജറിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് പ്രോട്ടീൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് ശരീരത്തിലുണ്ടാവാം. നമ്മൾ ആ സീസൺ ബേസ് ചെയ്ത് വേണം അവർക്ക് ആഹാരം കൊടുക്കാൻ. മാമ്പഴക്കാലമാണെങ്കിൽ ധാരാളം മാമ്പഴം നമുക്ക് ഡെയിലി 2, 3, 4 ഒക്കെ കൊടുക്കാൻ കഴിയും. അത് വളരെ ടേസ്റ്റി ആയിട്ട് അമ്മ കഴിക്കുകയും ചെയ്യും. കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അതുപോലെ ഓരോ കാലഘട്ടത്തിലുള്ള ഫുഡ്, ചക്കയൊക്കെ ധാരാളം കഴിക്കും അമ്മ. പച്ചയും കഴിക്കും, നന്നായി പഴുത്തതും കഴിക്കും. അവരൊക്കെ നല്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളല്ലേ. 1950 കാലഘട്ടത്തിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ച് ആഹാരം ഏത് കിട്ടിയാലും കഴിക്കും, ഹാപ്പിയാണ്. പക്ഷേ ഓർമ്മയുടെ ഒരു പ്രശ്നം മാത്രമേ ഇനി അമ്മയ്ക്കുള്ളൂ. ഒന്ന് പരിഹരിച്ചെടുക്കണമെന്ന് ഉള്ള തീവ്രമായ ചികിത്സയിലാണ്. അധികം മരുന്നുകളൊക്കെ ശരീരത്തിലേക്ക് കയറ്റാതെ ഒരു പ്രത്യേക അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ചികിത്സ നടത്തിപ്പോരുന്നത്. അധികം മരുന്ന് കയറ്റി ശരീര അവയവങ്ങൾക്ക് കേടുവരാത്ത നിലയിൽ വേണം നമ്മളെപ്പോഴും അച്ഛനമ്മമാരെ പരിഹരിക്കാൻ. പെട്ടെന്ന് അസുഖം കുറയാൻ വേണ്ടി നമ്മൾ വേഗം തന്നെ എന്തു ചെയ്യും, മരുന്നുകളൊക്കെ ധാരാളം ഗുളികകളും മരുന്നുകളൊക്കെ ഇഞ്ചക്ഷനൊക്കെ ചെയ്യും. അത് അവർക്ക് കേടായി മാറും. കുറേ കാലം കൂടി നമ്മളോടൊപ്പം ഇരിക്കേണ്ട അവരെയൊക്കെ മരുന്നുകളുടെ കുത്തിവയ്പ്പിലൂടെ തളർത്തിയിടാതെ പരിചരിക്കാൻ കഴിയുന്ന ലളിതമായ വിദ്യകളും മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ നമ്മൾ സംരക്ഷിച്ചാൽ അത് നമുക്ക് എന്നും അവരെ കാണാൻ കഴിയും. അപ്പോൾ അവർ വളരെ ഹാപ്പിയായിട്ട് നമ്മളെ മുന്നിലിരിക്കും. നമുക്കവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്തായാലും സന്തോഷകരമായ നിമിഷങ്ങളാണ്. പകർത്തണ്ട എന്ന് പലപ്പോഴും ഞാൻ കരുതി. പക്ഷേ ആ രംഗങ്ങളൊക്കെ പകർത്തുന്നത് എന്നും നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനും നമുക്കെന്നും നമ്മുടെ നമ്മളെ ഹൃദയത്തോട് മനസ്സാക്ഷിയോടൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് വീഡിയോ. അതുകൊണ്ട് മാത്രമാണ് ഇത് ചിത്രീകരിക്കുന്നത്. മറ്റുള്ള മക്കൾക്കൊക്കെ അവയർനെസ്സാണ്. ഇന്നലെ തന്നെ ഒരു ന്യൂസ് കണ്ടിരുന്നു. അച്ഛനെ ഉപേക്ഷിച്ചിട്ട് കോടീശ്വരരായ മക്കൾ തൊട്ടടുത്തൊക്കെ മാറി താമസിച്ചു പോയി. അവരൊക്കെ പിന്നെ ആ ശരണാലയത്തിലേക്ക് കോടീശ്വരരായ മക്കളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ, 4 സൈഡിലും ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ ശരണാലയത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിനോട് ഞാൻ എതിരാണ് കേട്ടോ. പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു, അമ്മയെ ആർക്കും നോക്കാൻ വയ്യാത്തതുകൊണ്ട് ആ വൃദ്ധസാധനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. അന്ന് ഞാൻ ശക്തമായി എതിർത്തു. ഒരിക്കലും വേണ്ട, അമ്മയെ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കുക. അമ്മയെ നോക്കുന്നത് എനിക്ക് ഒരു തരത്തിലുമുള്ള ബാധ്യതയുമല്ല, ബുദ്ധിമുട്ടുമില്ല. കഴിയുന്ന കാലത്തോളം നോക്കും. കാരണം നമ്മളവരുടെ ജനിച്ച കാലം മുതൽ ഞങ്ങൾ മൂത്രമൊഴിച്ചതും അപ്പിയിട്ടതൊക്കെ പാവപ്പെട്ട ആ അമ്മയുടെ തോളിലല്ലേ. ആ ഒരു സ്നേഹവും സ്മരണയും എന്നും എനിക്ക് അമ്മയോട് ഉണ്ടാവും. ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കും. ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ. അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത് കാണട്ടെ. നന്ദി.